നമസ്കാരം. പ്രധാന വാർത്തകൾ. വധക്കേസ് പ്രതികളെ കാണാൻ മുഅ്നൗലി തങ്ങൾ ജയിലിൽ. നിരപരാധിത്വം തെളിയിക്കാൻ പോരാട്ടം. തൃനേരി ഷിബിൻ വധക്കേസ് പ്രതികളെ മുഅ്നൗലി തങ്ങൾ ജയിലിലെത്തി കണ്ടു. തവനൂർ ജയിലിലെത്തിയാണ് തങ്ങൾ പ്രതികളെ കണ്ടത്. യൂത്ത് ലീഗ് പ്രവർത്തകരുടെ നിരപരാധിത്വം തെളിയിക്കാൻ സുപ്രീം കോടതിയിൽ നിയമപോരാട്ടം തുടങ്ങിയെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. നാദാപുരം നിയോജക മണ്ഡലം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി ഇ ഹാരിസും തങ്ങൾക്കൊപ്പമുണ്ടായിരുന്നു. നേരത്തെ വിചാരണ കോടതി കുറ്റക്കാരല്ലെന്ന് കണ്ടെത്തി വെറുതെ വിട്ടവരെയാണ് ഹൈക്കോടതി ശിക്ഷിച്ചത്. ഇവരുടെ നിരപരാധിത്വം തെളിയിക്കാൻ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ എംപിയുടെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗ് നേതൃത്വം സുപ്രീം കോടതിയിൽ നിയമപോരാട്ടത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. പരമോന്നത നീതിപീഠത്തിന് മുന്നിൽ നാദാപുരത്തെ യൂത്ത് ലീഗ് പ്രവർത്തകരുടെ നിരപരാധിത്വം തെളിയിക്കുന്നതുവരെ പാർട്ടി ഒറ്റക്കെട്ടായി കൂടെയുണ്ടാകുമെന്നും തങ്ങൾ പറഞ്ഞു. കാർഷിക യന്ത്രങ്ങൾ വിൽക്കുന്ന സ്ഥാപനത്തിൽ വൻ തീപിടുത്തം. തീ ആളിപ്പടർന്നു. അണയ്ക്കാൻ തീവ്ര ശ്രമം. കുന്നംകുളം അക്കിക്കാവിൽ വൻ അഗ്നിബാധ. അക്കിക്കാവ് സിഗ്നൽ സമീപത്തെ ഹരിത അഗ്രിടെക് സ്ഥാപനത്തിലാണ് തീപിടുത്തമുണ്ടായത്. ഇന്ന് രാത്രി 8:15 സ്ഥാപനത്തിനുള്ളിൽ തീപിടുത്തമുണ്ടായത്. തീപിടുത്തമുണ്ടായ സമയത്ത് സ്ഥാപനത്തിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല എന്നാണ് പ്രാഥമിക നിഗമനം. വിവരം അറിയിച്ചതിനെ തുടർന്ന് കുന്നംകുളത്തു നിന്നുള്ള 3 യൂണിറ്റ് അഗ്നിരക്ഷാസേനാ സംഘം സ്ഥലത്തെത്തി തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. കൃഷിക്കാവശ്യമായ മെഷീനുകൾ വിൽപ്പന നടത്തുന്ന സ്ഥാപനത്തിലാണ് തീപിടുത്തമുണ്ടായത്. അപകടത്തിൽ ലക്ഷങ്ങളുടെ നാശനഷ്ടം ഉണ്ടായതായാണ് പ്രാഥമിക നിഗമനം. സ്ഥലത്തെ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട 4 പേർക്കും ദാരുണാന്ത്യം. രാത്രി 8:15 നാലാമത്തെ ആളുടെ മൃതദേഹവും കണ്ടെടുത്തു. കബീർ ഷാഹിന ദമ്പതികളുടെ മകൾ 10 വയസ്സുള്ള സെറയുടെ മൃതദേഹമാണ് കണ്ടെടുത്തത്. ചെറുതുരുത്തി സ്വദേശികളായ ഓടക്കൽ വീട്ടിൽ കബീർ, ഭാര്യ ഷാഹിന, ഷാഹിനയുടെ സഹോദരിയുടെ മകൻ ഫുവാദ് സരിൻ എന്നിവരാണ് മരിച്ച മറ്റ് 3 പേർ. ഒഴുക്കിൽപ്പെട്ട ഷാഹിനയെ പുറത്തെത്തിച്ച് ആശുപത്രിയിലെത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. പിന്നീട് നടത്തിയ തെരച്ചിലാണ് ഹുവാദിന്റെയും അതിനുശേഷം കബീറിന്റെയും മൃതദേഹം കണ്ടെത്തിയത്. ഇതിന് പിന്നാലെ തുടർന്ന തെരച്ചിലാണ് സെറയുടെയും മൃതദേഹം കണ്ടെത്തിയത്. കബീറിന്റെയും സെറയുടെയും മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. ഷാഹിനയുടെയും ഫുവാദിന്റെയും മൃതദേഹം ആശുപത്രിയിലേക്ക് നേരത്തെ മാറ്റിയിരുന്നു. മകളെ ഹോസ്റ്റലിലാക്കി മടങ്ങിയ പിതാവ് വാഹനാപകടത്തിൽ മരിച്ചു. ദേശീയപാതയിൽ KSRTC ലോ ഫ്ലോർ ബസും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ എൻട്രൻസ് കോച്ചിങ്ങിന് പഠിക്കുന്ന മകളെ ഹോസ്റ്റലിലാക്കി മടങ്ങിയ പിതാവ് മരിച്ചു. കാർ ഓടിച്ചിരുന്ന ആലപ്പുഴ ഇരവകാട് വാർഡ് പതിയാകുളങ്ങര ക്ഷേത്രത്തിന് സമീപം അറക്കൽ വീട്ടിൽ ശശിധരനാണ് മരിച്ചത്. 58 വയസ്സായിരുന്നു. ദേശീയപാതയിൽ വ്യാഴാഴ്ച വൈകിട്ട് 3:30 തുമ്പോളി ജംഗ്ഷന് സമീപത്തെ കാർ ഷോറൂമിന് മുന്നിലായിരുന്നു അപകടം. കായംകുളം ഭാഗത്തു നിന്നും എറണാകുളം ഭാഗത്തേക്ക് പോയ KSRTC ബസ്സിലേക്ക് എതിരെ വന്ന കാർ ഇടിക്കുകയായിരുന്നു. ഗുരുതര പരിക്കേറ്റ ശശിധരനെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. PV അൻവറിന്റെ അധിക സുരക്ഷ പിൻവലിച്ചു. MLA സ്ഥാനം രാജിവെച്ച PV അൻവറിനുള്ള അധിക പോലീസ് സുരക്ഷ പിൻവലിച്ചു. എടവണ്ണ ഒതായയിലെ അൻവറിന്റെ വീടിന് മുന്നിലുള്ള പോലീസ് പിക്കറ്റ് പോസ്റ്റും ഒഴിവാക്കി. ഡ്യൂട്ടിക്കുണ്ടായിരുന്ന ഒരു ഓഫീസറടക്കം 4 പോലീസുകാരെയും 2 അധിക ഗൺമാന്മാരെയാണ് പിൻവലിച്ചത്. നേരത്തെ അൻവറിന്റെ സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന 2 ഗൺമാന്മാർ തുടരും. ജീവനും സ്വത്തിനും ഭീഷണിയുണ്ടെന്നും കൂടുതൽ പോലീസ് സംരക്ഷണം വേണമെന്നും കാണിച്ച് PV അൻവർ നൽകിയ അപേക്ഷ പരിഗണിച്ച മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ ഉത്തരവ് പ്രകാരമാണ് കഴിഞ്ഞ സെപ്റ്റംബർ 29 മുതൽ അധിക സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നത്.